ഇടതുമുന്നണിക്ക് രാഷ്ട്രീയമായി ഏറെ തിരിച്ചടി നേരിട്ട ഒരു പകലാണ് കടന്നുപോകുന്നത്. CPM-ന്റെ തട്ടകത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് ജില്ലാ ഘടകം രംഗത്ത് വന്നതും അമ്പലപ്പുഴയിൽ G. സുധാകരന് UDF പിന്തുണ പ്രഖ്യാപിച്ചതും CPI-യുടെ MLA CC മുകുന്ദൻ BJP പാളയത്തെത്തിയതും ഭരണമുന്നണിക്ക് ആഘാതം തന്നെയാണ്. അതേസമയം ഇടതുമുന്നണിയും BJP-യും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടും രണ്ടാം ദിനവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്നത് കോൺഗ്രസിൽ ഉയരുന്ന പ്രതിസന്ധി തന്നെയാണ്. നാളെ 50ഓളം സീറ്റുകളിൽ പ്രഖ്യാപനമുണ്ടാകുമെങ്കിലും K. സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന ചോദ്യം ഉയരുന്നു. വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റ് ഡിസൂസ നൽകും. അൺഫിലിറ്റ്, തിരഞ്ഞെടുപ്പ് പ്രചാരണവും തിരക്കിട്ട ചർച്ചകളും, അതിനിടെ മുന്നണികൾക്ക് തലവേദനയായി ചില നേതാക്കളും രംഗത്തുണ്ട്. ഇന്ന് രാഷ്ട്രീയ കേരളം കണ്ടതും കേട്ടതും എന്തൊക്കെ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന്റെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായി മുന്നണികൾ നെട്ടോട്ടം ഓടുന്നു എന്നതിനപ്പുറത്തേക്ക് പല പ്രമുഖ മുഖങ്ങളും പല പ്രമുഖ നേതാക്കളും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞ് പല പാർട്ടികളിലുമൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകൾക്കുമാണ് ഇന്ന് പകലും ഇന്ന് ഈ ഒരു ദിവസം മുഴുവനും സാക്ഷിയായത്. ഇന്ന് പകൽ മുഴുവൻ നിന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഉച്ചവരെ CC മുകുന്ദൻ CPI-യിലെ കരുത്തനായ CPI-യിലെ MLA, നാട്ടിക MLA ആയിരുന്നു അദ്ദേഹം CPI വിട്ടുപോകുന്നു. സ്ഥാനാർത്ഥി നിഷേധിച്ചതിന്റെ പേര് CPI വിട്ടുപോകുന്നു. അദ്ദേഹം കോൺഗ്രസിൽ പോകുമെന്ന ചർച്ചകളൊക്കെ വരുന്നു. അവസാന നിമിഷം വരെ അദ്ദേഹം കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്ന് കാണുന്നത് അദ്ദേഹം BJP-യുടെ രാഷ്ട്രീയ അഭയം തേടുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇടതുപക്ഷത്ത് നിന്നൊരു നേതാവ്, ഒരു മുൻ MLA, കരുത്തനായ ഒരു MLA BJP-യുടെ ഒടുവിൽ അദ്ദേഹം രാഷ്ട്രീയ അഭയം തേടി അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. ഉച്ചവരെ അതായിരുന്നു ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ അതിനപ്പുറത്തേക്ക് വലിയൊരു പൊട്ടിത്തെറിയാണ് CPM എന്ന പാർട്ടിയിൽ, ആ പാർട്ടിയുടെ തട്ടകത്ത് തന്നെ പാർട്ടി കണ്ണൂർ ഘടകത്തിൽ, പാർട്ടി കോടതി എന്നൊക്കെ നമ്മൾ പറഞ്ഞ കണ്ണൂർ ഘടകത്തിൽ PK ശ്യാമള, പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനെതിരെ പാർട്ടി ജില്ലാ ഘടകത്തിൽ തന്നെ ജില്ലാ സെക്രട്ടറി TK ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. പാർട്ടി വിട്ടുപോകുന്ന അദ്ദേഹം അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പറയുന്നത്. അവിടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനായി കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. ഒപ്പം തന്നെയും കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ തന്നെ ഇളകി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. TK ഗോവിന്ദന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെയും പല വെളിപ്പെടുത്തലുകളും പലരും തന്നെ അസംതൃപ്തിയും വിയോജിപ്പുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം അത്രയേറെ വെളിപ്പെടുത്തലാണ് TK ഗോവിന്ദന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഇനി അതിനപ്പുറത്തേക്ക് G. സുധാകരൻ അമ്പലപ്പുഴ സ്വതന്ത്രമായി മത്സരിക്കുന്ന അദ്ദേഹത്തെ UDF UDF-യുടെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്ന പ്രഖ്യാപനമൊക്കെ വരുന്നു. അത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ തന്നെ LDF-ന്, ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM-നൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത ആഘാതമായി മാറുന്ന പല പ്രമുഖ മുഖങ്ങളുമൊക്കെ UDF-ലേക്ക് മാറുന്നു. പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നൊരു കാഴ്ച കാണുന്നു. ഒപ്പം തന്നെ VS-ന്റെ മുൻ PA ആയിരുന്ന A. സുരേഷ് നാളെ കോൺഗ്രസിന്റെ അംഗത്വം എടുക്കുകയാണ്. അദ്ദേഹം അവിടെ ഏത് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നത് ഉറപ്പില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ അംഗത്വം എടുക്കുമെങ്കിൽ അതും CPM-നെ സംബന്ധിച്ച് ഒരു വലിയൊരു ആഘാതം തന്നെയാണ്. ഈ സമയത്തൊക്കെ തന്നെ VS-നെ ഉയർത്തിക്കാട്ടിയൊക്കെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കളം നിറയും UDF ഒക്കെ. വലിയ രീതിയിൽ UDF CPM-ന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ UDF ഈ തെരഞ്ഞെടുപ്പിൽ മാറുന്നു എന്നൊരു കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഇന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. നാളെയെങ്കിലും അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ CPM ആയാലും കോൺഗ്രസ് ആയാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടികൾ ഓരോ അർത്ഥത്തിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഓരോ രീതിയിൽ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ പകൽ മുഴുവനും സാക്ഷ്യം വഹിച്ചത്. അശ്വതി, ശരി, വിശദമായ വിവരങ്ങളാണ് അൺഫിലിറ്റ് ഡിസൂസ നൽകിയത്.